ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ താൻ നേരിട്ട കാര്യങ്ങളെല്ലാം നിരഞ്ജനയോട് പറഞ്ഞു അമ്മ. അതിനുശേഷം ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടാകുമെന്ന് പറഞ്ഞ സത്യം മോളെ. ആരും ഇല്ലാതിരുന്ന എന്നെ എൻ്റെ മോൾക്കരികിലേക്ക് എത്തിച്ചത് ദൈവമാണ്. ആ ദൈവം തന്നെ അയാൾക്കുള്ള ശിക്ഷ കൊടുക്കട്ടെ എന്നും അമ്മ പറഞ്ഞു. എനിക്ക് ആരോടും പകയും ശത്രുതയും ഒന്നുമില്ല എന്നും മോളി അമ്മയോട് ക്ഷമിക്കാനും പറഞ്ഞു. അങ്ങനെ നമ്മുടെ നിരഞ്ജന അമ്മയ്ക്കൊപ്പം ഇരിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അബി മുത്തശ്ശിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പം മുത്തശ്ശി ഡിസ്ചാർജ് ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോ എന്ന് ചോദിച്ചപ്പോൾ മരുന്നൊക്കെ സുമംഗലാമ്മയുടെ ബാഗിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പോ മുത്തശ്ശി എന്ന് പറഞ്ഞപ്പം എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് മുത്തശ്ശി പറയുമ്പം മുത്തശ്ശിയെ കാരുണ്യദീപത്തിലേക്കല്ല ഞങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് അബി അന്നേരം മുത്തശ്ശിയോട് പറയൂ കേട്ടോ. അളകാപുരിയിലേക്കാണ് മുത്തശ്ശിയെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. അന്നേരം മുത്തശ്ശി ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കുക കേട്ടോ, ഒരു ചമ്മലോടെ. മുത്തശ്ശി ഇനിയുള്ള കാലം അളകാപുരിയിൽ കഴിഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. അത് കേട്ടപ്പം നീ എന്നെ കാരുണ്യദീപത്തിൽ കൊണ്ടുപോയി വിട്ടാൽ മതിയെന്ന് മുത്തശ്ശി പറഞ്ഞു. അതെന്താ മുത്തശ്ശി വീട്ടിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ കാരുണ്യദീപത്തിൽ കഴിയേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് മുത്തശ്ശി അബിയോട് ചോദിക്കുക കേട്ടോ. ആ തള്ള ഇപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവും കാണിക്കുന്നില്ല. അപ്പോൾ എനിക്കിപ്പോഴും ആശ്രയം കാരുണ്യദീപം തന്നെയാണെന്ന് പറയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ എന്ന് ചോദിച്ചു. നീ കാണിച്ച നല്ല മനസ്സിന് നന്ദിയും സന്തോഷവും ഒക്കെ എനിക്കുണ്ട്. സൂര്യയുടെ വക്കീൽ വന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കിടന്നങ്ങ് തികട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ശാന്തമായിട്ടൊന്ന് ആലോചിക്കണം. പറ്റുമെങ്കിൽ നീ എന്നെ കാരുണ്യദീപത്തിലേക്ക് ഒന്ന് കൊണ്ടുവിടും. അല്ല പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മുത്തശ്ശി അങ്ങ് പോയി. ഈ തള്ള നന്നാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അമലും അതുപോലെ തന്നെ ജാനകിയും നിരഞ്ജനയും ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോഴേക്കും അപർണ അങ്ങോട്ടേക്ക് വന്നു ഇവരുടെ സംസാരത്തിനിടയിലേക്ക്. അപ്പോഴേക്കും നമ്മുടെ അജയ്യും ഇറങ്ങി വന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഒത്തു നിൽക്കുന്നു. എന്താടാ എന്നെ തന്നെ നീ വിളിച്ചതെന്ന് അമലിനോട് ചോദിക്കുമ്പോൾ അത് പിന്നെ നിരഞ്ജനയിടത്തേക്ക് എന്താ ഗൗരവമുള്ള സംഭവം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അജയേട്ടനെ വിളിപ്പിച്ചതാണെന്ന് അമല് പറയുക. ജാനകിയുടെ മുഖത്താണെങ്കിൽ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ തന്നെ നമ്മുടെ ജാനകി നിൽക്കുക കേട്ടോ. അപർണയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പം നിരഞ്ജനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ റൂമിലേക്ക് വരാമായിരുന്നല്ലോ, എല്ലാവരെയും വിളിച്ചു കൂട്ടി പറയാനിപ്പോൾ എന്താ ഉള്ളതെന്ന് അജയ് അന്നേരം ചോദിക്കുക. കാരണമില്ലാതെ എല്ലാവരെയും വിളിക്കുമോ എന്ന് അപർണ ചോദിച്ചു. അപ്പം എന്തെങ്കിലും തീരുമാനം പറയാനാണ് നിരഞ്ജനടുത്ത് വന്നതെങ്കിൽ അത് അഭിയേട്ടൻ വന്നിട്ട് മതിയെന്നും അമല് പറഞ്ഞു. അഭിയേട്ടൻ വരുന്നത് മുന്നേ എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് അന്നേരത്തേക്കും നിരഞ്ജന പറയുക. അപ്പം അജയ് ഇങ്ങനെ നോക്കുക കേട്ടോ. പോകണമെന്ന് പറഞ്ഞപ്പോൾ അപർണയാണെങ്കിൽ തുള്ളിച്ചാടാനുള്ള അതിലിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ജാനകടുത്ത് എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് അമല് ജാനകിയോട് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ ഒന്നുമില്ല എന്നും ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കാമെന്നും ജാനകി പറയുവാണ്. അപ്പോഴും അജയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. അപ്പം നിരഞ്ജന പറയാൻ പോകുന്നത് ഇവിടെ ഉള്ള ആർക്കും അറിയാത്തത് വലിയ ബിൽഡപ്പ് ഒന്നും ഇടാതെ അങ്ങ് പറയാൻ പറഞ്ഞു ഈ അപർണ നിരഞ്ജനയോട്. ആ സമയം നമ്മുടെ നിരഞ്ജന ഭയങ്കര ധൈര്യത്തോടു കൂടി തന്നെ അജയുടെ മുന്നിൽ നിന്ന് ഡിവോഴ്സിന് പോവുകയാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ആ പേപ്പർ ആദ്യം കയ്യിലേക്ക് നീട്ടി. അപ്പോൾ ഈ പേപ്പർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെന്താന്ന് പറയാൻ അജയ് പറഞ്ഞു. നിരഞ്ജന അന്നേരവും ഒരു മൗനം പാലിച്ചിങ്ങനെ നിൽക്കും. അപ്പോഴാണ് അബി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്താ ഇവിടെയെന്ന് അബി ചോദിച്ചു കേട്ടോ. അത് പിന്നെ എനിക്കും അജയ്ക്കും മുന്നോട്ട് ഒരുമിച്ച് ജീവിച്ചു പോകാൻ പറ്റില്ല അബിയേട്ടാ. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഫാമിലി കോർട്ടിൽ ഫയൽ ചെയ്യാൻ പോകുന്ന ജോയിൻറ്റ് പെറ്റീഷൻ്റെ പകർപ്പാണിതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അജയ് നടുങ്ങി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപർണയുടെ മുഖത്ത് അന്നേരത്തേനും ബൾബ് ഇങ്ങനെ മിന്നി തെളിഞ്ഞിങ്ങനെ നിൽക്കുക സന്തോഷം കൊണ്ട്. അപ്പം അമലൊക്കെ ഞെട്ടി. അമലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു നീക്കം നിരഞ്ജനയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഓർത്ത്. അജയ് ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കുക. ഞാൻ എൻ്റേതായിട്ട് ഒരു ഉപാധികളും ഇതിൽ വെച്ചിട്ടില്ല. അജയെ ഒരു രീതിയിലും അപകീർത്തിപ്പെടുത്തിയിട്ടുമില്ല എന്ന് നിരഞ്ജന അജയോട് പറയുക. അബിയാണെങ്കിൽ നിസ്സഹായനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് എന്നും പറഞ്ഞ് നിൽക്കുക അപർണ. ആർക്കും ആരെയും കുറ്റപ്പെടുത്താനോ പഴി പറയാനോ ഒന്നിനും അവസരം വരില്ല. ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് വഴി പിരിയുന്നു. അപ്പം നോ, ഞാൻ ഇതിന് തയ്യാറല്ല. വഴി പിരിയണമെന്ന് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ എന്ന് അജയ് ചോദിച്ചു. ആരുടെയും വാക്ക് കേട്ട് നീ ഇതിനെ ഇറങ്ങി തിരിക്കരുതെന്ന് അജയ് പറയുമ്പോൾ ഞാൻ അജയ്ക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അജയ് ജോയിൻറ്റ് പെറ്റീഷനിൽ ഒന്ന് സൈൻ ചെയ്യണമെന്ന് നിരഞ്ജന പറഞ്ഞു. എൻ്റെ വക്കീൽ പിന്നീട് അജയ് വിളിച്ചോളും. അപ്പം നീ ഇതിന് പോകരുതെന്ന് ഞാനാ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആ പേപ്പറെല്ലാം കൂടെ മേടിച്ച് വലിച്ചു കീറി പള്ളയെ കളഞ്ഞു അജയ്. ഈ ദീപട അവസാനിപ്പിച്ചോളണം, കയറുവാ മുകളിലേക്കെന്ന് പറഞ്ഞു വലിയ ആളാകുമ്പം ഇല്ല ഞാൻ വരില്ല എന്ന് തന്നെ നിരഞ്ജന തറപ്പിച്ചു പറഞ്ഞു അജയ്യോട്. എന്നും പറഞ്ഞ് അപർണ നിൽക്കാം. അജയ് ഇതിന് തയ്യാറല്ലെങ്കിൽ ഞാൻ കോടതിയിലേക്ക് പൊയ്ക്കോളാമെന്നും നിരഞ്ജന പറഞ്ഞു കേട്ടോ. സമയം കുറച്ച് കൂടുതൽ എടുക്കുമെന്ന് മാത്രം, സാരമില്ല ഞാനത് സഹിച്ചോളാമെന്ന് നിരഞ്ജന അജയ്യോട് പറയുക. അവിടെയും പെട്ടു അജയ്, തീർന്നു. പക്ഷേ അജയുടെ ഈ മുഖം മൂടിയുണ്ടല്ലോ അത് വലിച്ചു കീറി ഞാൻ ചുമരിൽ ഒട്ടിക്കുമെന്ന കാര്യവും നിരഞ്ജന ഇവനോട് താക്കിയതായിട്ട് പറയുവാണ്.
അങ്ങനെ ഇതെല്ലാം കേട്ട് ഒരു നിർവികാര ജീവിയായിട്ട് നമ്മുടെ ജാനകി അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ അഡ്വക്കേറ്റ് ഷീല പോളാണെന്നും അതുപോലെ അബേട്ടാ ഇനി ഞാനിവിടെ നിൽക്കില്ല എന്നും പറഞ്ഞ് പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ജാനകി തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു. ജാനകിയടത്തി അമലെ ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കുന്ന നിരഞ്ജനയോട് ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നിങ്ങളെന്താ അവൾ പറഞ്ഞിട്ടൊന്നും മിണ്ടാത്തത്? അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങളല്ലേ എന്ന് ചോദിച്ചു അജയ്. ഞാൻ എന്ത് പറഞ്ഞാണ് അവളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് അബി അന്നേരം ചോദിച്ചു. എൻ്റെ അനിയന് പരസ്ത്രീ ബന്ധം ഇല്ലെന്നോ? ബാംഗ്ലൂരുകാരുമായിട്ട് 4 വർഷത്തിലധികമായിട്ട് നിനക്ക് ബന്ധമില്ലെന്നാണോടാ ഞാൻ പറയേണ്ടതെന്ന് ചോദിച്ചു. അവളെ ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ട് അത് ശരണിൻ്റെ തലയിൽ കെട്ടിവെച്ചവനല്ലേടാ നീ എന്ന് ചോദിച്ചു. ഹണി റോസിനെ കാണാൻ ഹോട്ടലിൽ വന്നപ്പോൾ നീ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നവനല്ലേടാ എന്ന് ചോദിച്ചു. ഇടയ്ക്കിടയ്ക്ക് നീ ബാംഗ്ലൂരിൽ പോകുന്നത് അവളുടെ ഫ്ലാറ്റിൽ ഒന്നിച്ച് താമസിക്കാനായിരുന്നില്ലേ? അതെല്ലാം പോട്ടെ, ഈ വീട്ടിൽ നിന്റെ റൂമിൽ വന്ന് താമസിച്ചവളാണ് ഹണി റോസ്. നിന്റെ ഭാര്യ ഉറങ്ങേണ്ട ബെഡിൽ അവൾ ഉറങ്ങിയില്ലടാ എന്ന് ചോദിച്ചു. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഡിവോഴ്സിന് വന്ന ഒരു പെണ്ണിനെ ഞാൻ എന്തു പറഞ്ഞാടാ മനസ്സിലാക്കേണ്ടത്? നീ ഒരു സൽഗുണ സമ്പന്നനാണെന്നാണോടാ ഞാൻ പറയേണ്ടതെന്ന് ചോദിച്ചു അബി. അങ്ങനെ അബി ചെതറും അവിടെ നിന്ന്. എന്നിട്ട് അവൻ്റെ കുത്തിന് കയറി പിടിച്ചിട്ട് അച്ഛൻ മരിക്കുന്ന രാത്രി നീ അച്ഛനെ കാണാൻ പോയിരുന്നു, നീ എന്ത് പറഞ്ഞാണ് ആ മനുഷ്യനെ കൊന്നു കളഞ്ഞതെന്നും അബി ചോദിക്കുക. പറയടാന്നും പറഞ്ഞ് അവൻ്റെ കുത്തിന് കയറി പിടിക്കണം. എൻ്റെ അച്ഛൻ്റെ ഹൃദയം തകർത്ത് കളയാനും മാത്രം നീ എന്താണ് എൻ്റെ അച്ഛനോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ അബിയുടെ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ നേരം തിരിച്ചു ഒച്ച വയ്ക്കുക. അപർണ ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുക. ഞാൻ പോയത് എൻ്റെ ഷെയർ ചോദിക്കാനാ, അച്ഛൻ അതെനിക്ക് തരാമെന്നും പറഞ്ഞതാ. എന്നെ ശത്രുവാക്കി കളിക്കാമെന്ന് ആരും കരുതണ്ട. അജയ് വിഡ്ഢിയാക്കിയവരും നോവിച്ചവരും കരുതിയിരുന്നു. നിരഞ്ജൻ എനിക്ക് നഷ്ടപ്പെട്ടാൽ അത് ഞാൻ സഹിക്കില്ല എന്നും പിന്നെ ആരും സമാധാനത്തോടെ ജീവിക്കില്ല എന്നും പറഞ്ഞ് അജയ് അവിടെ നിന്ന് അങ്ങ് പോയി. അജയ് അങ്ങ് പോയപ്പം അബിയും ജാനകിയും അവിടുന്ന് പോയി. അപ്പോൾ ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് ഈ അപർണയാടാ. അത് നീയൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ഇൻ്റർവെല്ല് കഴിഞ്ഞു. ഇനിയുള്ള കളിക്ക് റെഫറി ഈ അപർണ തന്നെയാടാന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം മുറിയിൽ പോയി വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന അമലിൻ്റെ അടുത്തേക്ക് വലിയ അട്ടഹസിച്ചുകൊണ്ട് അപർണ ചെല്ലുവാട്ടോ. അങ്ങനെ അളകാപുരിൽ ആദ്യത്തെ വിക്കറ്റ് വീഴാൻ പോവുക. മരുമക്കളിൽ ഒരെണ്ണം പുറത്തേക്ക് പോകുന്നു എന്ന് അപർണ പറയുമ്പം എനിക്ക് വലിയ അത്ഭുതമൊന്നും അതിൽ തോന്നുന്നില്ല. കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായാൽ നിരഞ്ജനടുത്ത ഡിവോഴ്സിന് നീങ്ങുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. നമ്മൾ പറഞ്ഞു. പിന്നെന്തിനാ കേസ് തീരുന്നത് വരെ കാത്തിരുന്നത്? ഹണി റോസ് ഇവിടെ കയറി താമസം തുടങ്ങിയപ്പോൾ തന്നെ നിരഞ്ജൻ അത് ചെയ്യേണ്ടിയിരുന്നല്ലേ എന്ന് ചോദിച്ചു അപർണ. അപ്പം നീ വലിയ സന്തോഷമൊന്നും കാണിക്കേണ്ട. വിക്കറ്റ് തെറിക്കാൻ പോകുന്ന കാര്യം പറയുകയാണെങ്കിൽ ആദ്യം റണ്ണൗട്ട് ആകേണ്ടത് നീയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനോ? അതിനെത്തിരി പൊളിക്കുമെന്ന് അപർണ പറയുമ്പോൾ എടി നിന്റെ വിചാരവേ നിന്നെ പേടിച്ചിട്ടാണ് ഇവിടെ ആരും നിന്നെ എതിർത്തൊന്നും പറയാത്തതെന്നാണോ? അങ്ങനെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? നീ എന്തൊക്കെ കുത്തിത്തിരിപ്പ് കാണിച്ചാലും എല്ലാവരും അത് സഹിച്ചു പോകുന്നതാണെന്ന് നീ മനസ്സിലാക്കണം. അത് നിന്റെ അച്ഛൻ്റെ പ്രൗഢിയോ പ്രതാപോ ഒന്നും കണ്ടിട്ടല്ല. ജാനയടുത്തിയുടെ ആക്സിഡൻറ്റോടെ ഈ വീട്ടിൽ നിന്നും കെട്ടേണ്ടവളായിരുന്നു നീ. എന്നാൽ അത് നീ ഒന്ന് കാണിക്കുക. എനിക്ക് നിന്റെ ഔദാര്യം ഒന്നും വേണ്ട എന്ന് അപർണ പറയുമ്പം നിനക്ക് വേണ്ടെങ്കിലും മറ്റുള്ളവർക്കത് വേണമല്ലോ. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരാടാ ഈ മറ്റുള്ളവർ? എനിക്കതൊന്നും അറിയണം എന്ന് ഈ അപർണ പറയുമ്പം ഇവരുടെ അഹങ്കാരത്തിന് ഒരു മുട്ടം പണി കൊടുക്കണമല്ലോ എന്ന് അമൽ മനസ്സിൽ ചിന്തിച്ചിട്ട് നിന്റെ അച്ഛൻ്റെ മാനം പോവാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്തിയത് ആരാ? ഇങ്ങനെ നോക്കുക അന്നേരം ഇവള്. അവർ തന്നെയാണ് അച്ഛൻ്റെ ഈ മോളെയും സംരക്ഷിച്ച് നിർത്തുന്നതെന്ന് പറഞ്ഞു. നീ ആരെ പറ്റിയാടാ ഈ പറയുന്നത്? ആ വാരസ്യരെ പറ്റിയാണോടാ? എൻ്റെ കാര്യത്തിൽ അവർക്ക് എന്ത് താല്പര്യമെന്ന് എനിക്ക് അറിയണം എന്ന് പറയുമ്പോൾ അല്ല അത് സത്യമായിട്ടും എനിക്കറിയില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ഓന്നും പറഞ്ഞ പറഞ്ഞ ഇങ്ങനെ നിൽക്കുക. പിന്നെ വേറൊരു സാധ്യത, നിനക്ക് എന്നെക്കുറിച്ച് അറിയാമല്ലോ. എൻ്റെ മനസ്സിലുള്ളത് എന്ത് തന്നെയാണെങ്കിലും അത് വിളിച്ചു പറയാൻ മടിയില്ലാത്തവനാണ് ഞാൻ. വാരസ്യാർ നിന്റെ അച്ഛന് പേരുദോഷം വരാതെ അഭിമാനം കാത്തത് എന്തിനാണെന്ന് നീ അച്ഛനോട് തന്നെ ചോദിക്കണമെന്ന് അമൽ പറഞ്ഞു. അവർക്ക് ജീവിക്കാനുള്ള മോഹം കൊണ്ടാണെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞാൽ ഇനിയും ഒരു വിഡ്ഢിയെ പോലെ നീ അത് വിശ്വസിക്കരുതെന്നും അമൽ പറഞ്ഞു കൊടുക്കുക. നീ എന്നെ ആ സ്ത്രീയെ ചേർത്ത് പറഞ്ഞ് എന്തിനാണെന്ന് പറയാൻ പറഞ്ഞു. എനിക്കത് അറിഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പം അപർണയ്ക്ക് ദോഷം ഉണ്ടാക്കുന്നതൊന്നും തമ്പിക്കെതിരെയുള്ള കേസിന് പോയാൽ ഉണ്ടാകരുതെന്ന് ജാനേഴത്തിൽ നിന്നും രാധാമണി വാരസ്യാർ ഉറപ്പ് വാങ്ങിയിരുന്നെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ദേ കിടക്കുന്ന ചട്ടിയും കലവും നമ്മുടെ അപർണ ഞെട്ടി. അതിനുള്ള കാരണം ചോദിക്കരുതെന്ന് മുൻകൂറായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ പച്ച കള്ളമാണ് നീ പറയുന്നതെന്ന് പറഞ്ഞ അപർണ തുള്ളുമ്പം എന്നാൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. അമലെ ഇത് കളിയല്ല കേട്ടോ. അല്ലെന്നേ ജീവിതമാണ്, എനിക്കത് അറിയാമെന്ന് അപർണയോട് അമൽ അന്നേരം പറഞ്ഞു. നിന്റെ അച്ഛനോട് പകയുള്ളത് കൊണ്ടല്ലേ രാധാമണി വാരസ്യാർ ജാനകിയെ കാണാൻ വന്നത്? ഓഹോ ഇപ്പം അങ്ങനെയായോ കാര്യം? ജാനകിയാണ് സക്കീർബായി പറഞ്ഞ വിവരം വെച്ച് ആ സ്ത്രീയെ കണ്ടതും അവരുടെ അച്ഛൻ കൊടുത്ത കേസിൻ്റെ ചുവട് പിടിച്ച് കോടതിയിൽ പോയതും. എന്നിട്ട് നീ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുവാണോടാന്ന് ചോദിച്ചപ്പം
എന്നാ പിന്നെ സത്യമേ അതൊന്നും അല്ല എൻ്റെ അപർണെ. സക്കീർ ബായ് വഴി ജാനിയെടുത്തിയ വാരസ്യാർ കാണുകയായിരുന്നു എന്ന് അമൽ അന്നേരം അപർണയോട് പറഞ്ഞു. തമ്പി നശിപ്പിച്ചെന്നും അന്നൊരു കേസുള്ള കാര്യവും വാരസ്യാർ പറഞ്ഞിരുന്നു. അത് വെച്ചാണ് ഈ പുകില് മുഴുവനും ഉണ്ടായത്. കള്ളം, പച്ച കള്ളമാണെന്ന് പറഞ്ഞ് അപർണ തുള്ളുമ്പം നീ ഏത് ആവർത്തിക്കണ്ട, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്ന് അമൽ അപർണയോട് പറയുക. പക്ഷെ കാര്യത്തോടടുത്തപ്പോൾ വാരസ്യാർ കാലുമാറിയതാണെന്ന കാര്യം പറഞ്ഞു. തമ്പിക്ക് അതെന്തായാലും തുണയാവുകയും ചെയ്തു. ജാനിയേടത്തിക്ക് വലിയൊരു പണിയും കിട്ടി. അതാ ശരിക്കും സംഭവിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിന്റെ ഭാവിക്ക് ഒരു ദോഷവും വന്നു പോകരുതെന്ന് വാരസ്യാർ പറയുകയാണ് ഉണ്ടായതെന്ന കാര്യം അമൽ പറയുക. സത്യം പറഞ്ഞാൽ വാരസ്യാർ ഇപ്പോൾ ജാനിയേടത്തിയുടെ ആളല്ല, നിന്റെ ആളായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ആളോ? ആ സ്ത്രീ എങ്ങനെ എൻ്റെ ആളാകും എന്ന് അപർണ ചോദിക്കുമ്പം നീ ചുമ്മാ ചൂടാകാതെ അപർണേ. എന്ന് പറഞ്ഞ അപർണ, എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം അപർണ ഞാൻ പറയുന്നേ. അല്ല നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാനത് പറയുന്നില്ല കേട്ടോ, നീ ഒന്ന് പറഞ്ഞ് തൊലക്കടാ എന്ന് പറഞ്ഞായി അപർണ. എന്തിനീ ചതി എന്നോട് ചെയ്തെന്ന് ജാനിയെടുത്ത് ചോദിച്ചപ്പോൾ കരഞ്ഞു കാണിക്കുക മാത്രമാണ് വാരസ്യാർ ചെയ്തത്. അവരും മടങ്ങി പോകുമെന്ന് കരുതിയെങ്കിലും വിടാതെ ഇവിടെ പിടിച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. നമ്മളെ ചതിച്ച ആ സ്ത്രീയെ എന്തിനാ ഇവിടെ നിർത്തുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ജാനിയേടത്തിക്ക് ഒരു സഹായം വേണമല്ലോ എന്നൊക്കെയാണ് എന്നോട് അഭിയേട്ടൻ പറഞ്ഞത്. പിന്നെ പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം തമ്പിയെ രക്ഷിക്കാൻ അവർ നാടകം കളിച്ചത് തന്നെയാണെന്ന്. അപ്പം എന്തിനു വേണ്ടിയിട്ട്, എന്തിനവരങ്ങനെ നാടകം കളിക്കണം? ആ സ്ത്രീ തമ്പിക്കെതിരെ ഉന്നയിച്ച ആരോപണം എന്താ? നീ ഓർത്ത് നോക്കിക്കേ. നിന്റെ അച്ഛൻ അവരെ റേപ്പ് ചെയ്തു എന്നുള്ളതല്ലേ, അതും 25 വർഷങ്ങൾക്ക് മുൻപ്. നിനക്കിപ്പോൾ എത്ര വയസ്സായെന്ന് ചോദിച്ചു. 25 കഴിഞ്ഞില്ലേ, നീ എന്തിനാ ഇപ്പം അതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ചില ആളുകൾ മറ്റാൾക്കാരെ ടാർഗറ്റ് ചെയ്ത് കടന്നാക്രമിക്കാറില്ലേ, അവരുടെ കുറ്റവും കുറവുകളും പറഞ്ഞാണ് അവരെ ആക്രമിക്കുന്നത്. നീ അങ്ങനെ അഭിയേട്ടനെ ആക്രമിച്ചിട്ടുള്ള ആളല്ലേ എന്ന് അമൽ ഇവളോട് ചോദിച്ചു. അച്ഛന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകനെന്നും പറഞ്ഞു. നീ ഇതൊക്കെ എന്തിനാ ഇപ്പം ഇവിടെ പറയുന്നത് എന്ന് അപർണ ചോദിക്കുമ്പോൾ കാരണമുണ്ട്. ഒരു സ്ത്രീ ഒരേ സമയം ഒരു പുരുഷനെ കഠിനമായി വെറുക്കുകയും അതേസമയം അയാൾക്കൊരാപത്ത് വന്നാൽ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ആ അവസ്ഥയ്ക്ക് കാരണം അവൾ അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയായതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അമലിങ്ങനെ പറയുമ്പോൾ അപർണ ഒന്നും മിണ്ടുന്നില്ല. ഹലോ എല്ലതും മനസ്സിലായോ എന്ന് ചോദിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയടാന്ന് പറഞ്ഞു നേരം അപർണ. നമ്മുടെ അമലാര പൊന്നുമോൻ, ഇതെൻ്റെ വെറും ഒരു തോന്നൽ മാത്രമാണ് കേട്ടോ. കുറച്ച് ദിവസം ഞാൻ തല പുകച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അത്. നിന്നോട് മാത്രമേ ഞാനിത് പറയുന്നുള്ളൂ. പിന്നെ ക്ഷമയോടെ നീ ഇത് കേൾക്കാൻ പറഞ്ഞു. അപർണ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് നിൽക്കും ഇത് അറിയാൻ വേണ്ടിയിട്ട്. അമലാണെങ്കിൽ ഇവളെ അങ്ങ് വട്ടം കറക്കി രസിക്കുക. നിന്റെ അച്ഛനെ രാധാമണി വാരസ്യാരിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചെന്ന് കരുതുക. എടാന്ന് പറഞ്ഞു ചെന്നപ്പം നീ ഒന്ന് അടങ്ങടി, ഒരു ഉദാഹരണം പറഞ്ഞതല്ലേ. പിന്നെ പോയിന്റ്, അച്ഛൻ അഭിയേട്ടനെ സ്വന്തം മകനായി വളർത്താൻ അമ്മയെ ഏൽപ്പിച്ചതുപോലെ നിന്റെ അച്ഛൻ മാനസിക രോഗിയായ രാധാമണി വാരസ്യാരുടെ കുഞ്ഞിനെ വളർത്താൻ നിന്റെ അമ്മയെ ഏൽപ്പിച്ചു. ആ കുഞ്ഞായിക്കൂടെ അപർണ തമ്പി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എടാന്നും പറഞ്ഞുകൊണ്ട് അമ്മലിൻ്റെ ഷർട്ടിന് കയറി പിടിച്ചു. എന്താടാ നീ പറഞ്ഞ കൊല്ലും നിന്നെ ഞാനെന്ന് പറഞ്ഞു. എന്താടാ നീ പറഞ്ഞു ചോദിച്ചു. അപ്പോൾ ഷർട്ടേന്ന് വിടുന്നും പറഞ്ഞ അമല്. ഒന്നടങ്ങടി, നീ എന്നെ കാണിക്കുന്നേ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടേടി ഒരു കാര്യം. പിന്നെ എന്തിനാണ് ആ സ്ത്രീ നിനക്ക് നിന്റെ അച്ഛനും ഒരു ദോഷവും വരരുത് എന്ന് നിലപാടെടുക്കണം? അത് നീ ഒന്ന് പറയാൻ പറഞ്ഞു അമല്. നീ എന്നെ ഒരു ഭ്രാന്തിയുടെ കുഞ്ഞാക്കുവാണോടാ? എൻ്റെ അമ്മ പ്രസവിച്ചതാണടാ എന്നെ എന്ന് പറയുമ്പം എല്ലാവരെയും ഓരോ അമ്മമാർ പ്രസവിച്ചതാ, അതറിയില്ലായിരുന്നോ നിനക്ക്? നീ ചെന്ന് നിന്റെ അച്ഛനോട് ചോദിക്കും അച്ഛൻ്റെ കുഞ്ഞിനെ രാധാമണി വാരസ്യാർ പ്രസവിച്ചിട്ടുണ്ടോ എന്ന്. അപ്പം നിന്നെ ഞാൻ വെച്ചേക്കില്ലടാന്ന് പറയാ പറഞ്ഞു. ഞാൻ കാണിച്ചു തരാടാ എന്നും പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവൾ പോകുമ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് തന്നെ ആടി, നിന്നെ കൊണ്ട് തമ്പിയോട് ഞാനിത് ചോദിപ്പിക്കുവടി എന്നും പറഞ്ഞ് നിൽക്കുക. നിന്നെ വട്ടു പിടിപ്പിക്കും ഞാനെന്നും പറഞ്ഞ് നമ്മുടെ അമൽ ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അബിയും ജാനകിയും കൂടെ റൂമിൽ നിന്ന് നിരഞ്ജനയെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അപ്പം നിരഞ്ജന ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയും. പക്ഷേ പലതും നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ അറിയില്ല ജാനകി. ഓരോന്നിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് പലതും നമുക്ക് മനസ്സിലാവുന്നതെന്ന് അബി ജാനകിയോട് പറയുക കേട്ടോ. ഒഴിവാക്കുന്നത്
ഒരു വ്യക്തിയെ മാത്രമാണെന്ന കാര്യം അഭി അന്നേരം പറഞ്ഞു. അത് ഭാര്യയോ ഭർത്താവോ ആര് വേണമെങ്കിലും ആകാം. പക്ഷേ അവർക്ക് പിന്നിൽ നെഞ്ചു പൊട്ടി കരയുന്ന ഒരുപാട് പേരുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിവോഴ്സിനെ പറ്റി ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കാം. പിന്നെ അജയ് കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ മുഴുവനും അഭി പറയാം. കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നിരഞ്ജന ഇത്രയും നാളും കാത്തു നിന്നതെന്നും ഇതിനു മുന്നേ നിരഞ്ജന എന്നോട് എല്ലാ വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യവും പറയുക ജാനകി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കേസ് ഇവിടെ അവസാനിച്ച് നിൽക്കുന്ന സമയത്ത് പിറകിൽ നടന്ന ആ അഭിനയമൊക്കെ എന്തിനാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അതായത് അമ്മയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവളെ തളച്ചിടാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ കാട്ടായി മുഴുവൻ കാട്ടിയത്. അവൾക്കൊരു ജീവിതം ഉണ്ടാകുന്നത് അവന് സഹിക്കാൻ കഴിയുന്നില്ല എന്നും നിരഞ്ജന രക്ഷപ്പെടരുത്, അതാണ് അവൻ്റെ ലക്ഷ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ജാനകി ഇങ്ങനെ അഭിയായിട്ട് ഷെയർ ചെയ്ത് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.